ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിലെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതോട് കൂടിയിട്ട് 2024 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സയൻസിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയി. ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഒരുവിധം എല്ലാം എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് 3 പാർട്ടും കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യാട്ടോ. ഇനിയുള്ള എക്സാമുകളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, നമ്മളുടെ സപ്ലൈകോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അതുപോലുള്ള ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവർക്ക്, SI പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വരാനുള്ള പരീക്ഷകൾ VFA, ബെവ്കോ, LD പോലുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൻ്റെയാണ്. കാരണം ഇംഗ്ലീഷിൻ്റെ എൻ്റെ അടുത്ത് 1-2 പേരായിട്ട് കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ പാർട്ടാണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ആവശ്യമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോല എന്ന് പറയുന്നത് ഏത് വിളയുടെ സങ്കരയിനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, പയറിൻ്റെ അതായത് അതിൻ്റെ സങ്കരയിനമാണ് ലോല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ, കണ അഥവാ റിക്കറ്റ്സ് കണ എന്നതാണ് അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ പറയുന്ന കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തിരമാല എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, അപ്പോൾ 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓക്കെ, ഇതിൽ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ SCERT ഫാക്ട്സ് ആണ് കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ആണ്, അതായത് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഓക്കെ, ഇത് മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം, അതായത് നമ്മളുടെ ശക്തിയേറിയതും എന്നാൽ അതിനൊട്ടും തന്നെ ഭാരം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇങ്ങനെയുള്ളതായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് മാരകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം എന്താണ്? വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയോഡീമിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. ആംഫോടെറിക് ഓക്സൈഡിന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? കപട സംക്രമണ മൂലകം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ, ബോയിൽ നിയമത്തെയാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ബോയിൽ നിയമത്തെയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണല്ലേ, അഡീഷൻ ബലമാണ് താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, 11.2 km/s.
റേറ്റ്. ഓക്കെ, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചവണയാണ് ആൻസർ എന്ന് പറയുന്നത്. SCERT ഫാക്ട് ആണ് കേട്ടോ. അടുത്തത് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ചന്ദ്രനിലെ പേടകം വിജയകരമായിട്ട് ഇറക്കിയ 4ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അല്ലെ. ഓപ്ഷൻ ബി, ഇന്ത്യയാണ് ആൻസർ. അടുത്തത് എന്താണ്? ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിലെ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഓക്കെ, 2ാമത്തെ പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രാഥമിക ഉപഭോക്താക്കളാണ് ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിലെ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി. ഓക്കെ, അടുത്ത എന്താണ്? ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധമാണ്. അതായത് ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കമൻസലിസം ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജീൻ ബാങ്കുകളാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്തത് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ, ഓക്കെ, നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര് എന്താണ്? എന്താണ് രാസപദാർത്ഥത്തിന്റെ പേര്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, ഹെപ്പാരിൻ ആണ് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് കക്കോടി കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലെ. ഡോക്ടർ MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട് നമുക്ക് അല്ലെ. അപ്പോൾ അദ്ദേഹമാണ് 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെരിക്കാർഡിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ വാക്സിൻ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, BCG ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, BCG. അടുത്തത് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഓക്കെ, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ, ഇൻസുലിൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണം. ഓക്കെ, അടുത്തത് ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ഓക്കെ, ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓക്കെ, അതായത് നമ്മുടെ കാലിന്റെ വിരലുകൾക്കിടയിലും അതുപോലെ തന്നെ പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫംഗസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? വിസർജന അവയവം എന്ന് പറയുന്നത് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ, ഹൃദയമാണ് ഒരു വിസർജന അവയവം അല്ലാത്തത് അല്ലെ. ബാക്കി 3 എണ്ണവും നമ്മളുടെ വിസർജന അവയവമാണ്. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എയ്ഡ്സ് ആണ് അല്ലെ, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ആണ് ഇവിടെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. ഓക്കെ, അത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എംഫിസിമയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി, എംഫിസിമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഓക്കെ, പദ്ധതി ഏതാണ്?
പദ്ധതി എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, എൽസ. അല്ലെ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്, എൽസ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എൽസ എന്ന് പറയുന്നത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൽസ പദ്ധതി. ഓക്കെ, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? 2023 ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഓക്കെ, ഇതിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഇരുമ്പിന്റെ അയിര് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. ഓക്കെ, അടുത്തത് പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഓക്കെ, പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. അടുത്ത എന്താണ്? ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക, അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഓക്കെ, അപ്പോൾ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, ഉറുമ്പ് പൊടി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ല. ഓക്കെ, അടുത്ത എന്താണ്? വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി. ഓക്കെ, എന്താണ്? വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് പോഷക ലായനികളെ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എയറോപോണിക്സ്. ഓക്കെ, എയറോപോണിക്സ് അല്ലെ, ക്വസ്റ്റ്യനിലെ ഇതിൽ തന്നെ ഉണ്ട് അല്ലെ, ആൻസർ എന്ന് പറഞ്ഞാൽ അല്ലെ, എയറിൽ വായുവിലേക്ക് വളർത്തുന്നതല്ല, അപ്പൊ എയറോപോണിക്സ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 2-3 തവണ റിപ്പീറ്റഡ് ആയി കണ്ടു. അപ്പോൾ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇതിൽ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പറമ്പിക്കുളമാണ് കടുവ സംരക്ഷണ കേന്ദ്രം. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ അല്ലെങ്കിൽ ശരിയായത് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളുകളും. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 1, 2, 3. ഓക്കെ, 1, 2, 3 ശരിയാണ്, ഇത് തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അല്ല സോറി, സി ആണ്, ജീവകം ഡി. കാണാം, മനസ്സിലായില്ല? അപ്പോഴേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് അസ്ഥികളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻസിന് വരുന്നത് ജീവകം ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത നൈട്രജൻ. ഓപ്ഷൻ ഡി, നൈട്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ
ലാക്ടോമീറ്റർ എന്ന് താഴെ പറയുന്നവയിൽ പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവർത്തന പട്ടികയിൽ ഇടതു നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, അതായത് ഇടതു നിന്നും വലത്തോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അതായത് മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണല്ലേ, അതായത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. ഓക്കെ, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് ഇടതു നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്തത് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതാണ്? O2, O3, O4. ഓക്കെ, O2, O3, O4 ആണ് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ. ഓക്കെ, താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏത്? ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ, ബ്രോമിൻ ആണ് ദ്രാവക അവസ്ഥയിലുള്ള അലോഹം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഋതു കരിതാൾ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അലുമിനിയത്തിനാണ് ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാവുന്നത്? അതായത് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റിന് വിധേയമാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, pH 5.5 ആണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ഓക്കെ, വായുവിന്റെ പ്രതിരോധം അവഗണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിലെ ജീവിതശൈലി രോഗങ്ങൾ ഏവ? കണ്ടോ, വീണ്ടും ജീവിതശൈലി രോഗങ്ങളിൽ എത്രയായി ജീവിതശൈലി രോഗങ്ങൾ? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എംഫിസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1ഉം 2ഉം എംഫിസിമയും അതുപോലെ തന്നെ ഫാറ്റി ലിവറുമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഓക്കെ, വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണല്ലോ, BSVI ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, താപനില കൂടുന്ന സമയത്ത് ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? അത് കുറയും അല്ലെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ആണ്. എന്താണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് വാട്ട് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം അല്ലേ. ഇതാണ് ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും തന്നിരിക്കുന്നു. രോഗത്തിന്റെ പേരും കാരണവും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. സിറോഫ്താൽമിയ, അക്യൂസ് ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഗ്ലോക്കോമ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 1 മാത്രമാണ് ശരി. ഓക്കെ, അതായത് എന്താണ് നിശാന്തത എന്ന് പറയുന്നത്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് കൊണ്ട് വരുന്നതാണ് നിശാന്തത. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കാണുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇരുമ്പാണ് ആൻസർ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറയാണ്. സൂക്ഷ്മജീവി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഓക്കെ, ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
സാന്ദ്രത കുറവായതിനാൽ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് അലുമിനിയം ആണ് അല്ലെ. ഓപ്ഷൻ ബി അലുമിനിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര്? ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജോൺ ഡാൾട്ടൺ ആണ് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്വാറിജിയ എന്തിന്റെ ഒരു മിശ്രിതമാണ്? അക്വാറിജിയ എന്ന് പറയുന്നത് എന്തിന്റെ മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, HCl HNO3 മിശ്രിതമാണ് അക്വാറിജിയ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം എന്താണ്? രാസസൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? വാഷിംഗ് സോഡയുടെ Na2CO3 10H2O Na2CO3 10H2O ആണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഫോട്ടോ ഇലക്ട്രിക്കൽ എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണെന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്നൊരു ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ് മാറ്റമില്ലാത്തത്? അതിന്റെ ആവർത്തിക്കാണ് മാറ്റമില്ലാത്തത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് 3യുടെ റോവർ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് എയും സിയും ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 സ്ഥിരീകരിച്ചത്. അടുത്തത് 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? COP28 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, യുഎഇയിൽ വെച്ചിട്ടാണ് നടന്നത്. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, തൈമസ് ഗ്രന്ഥിയാണ്. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, -40°. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? -40°. അടുത്തത് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ബെറിബറിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു, തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്പന്ദനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, രണ്ടും. അതായത് 2 തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാനമായും മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടെ അംഗീകരിച്ചത്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലേറിയയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് താഴെ നൽകിയിരിക്കുന്നവയിൽ അവകാശവാദവും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഓപ്ഷനും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമ്മളുടെ അവകാശവാദം എന്താണ്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതായത് വാദം ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ്. ഇത് റോങ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വാദം ശരിയാണ്, കാരണം തെറ്റാണ്. എന്താണ്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നത്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 4, 5 അതായത് 4, 5, 1, 3 ഇങ്ങനെയാണ് വരുന്നത്. അതായത് മന്ദഹാസം,
BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക്. അടുത്തത് സമന്വയ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന്. അഭയകിരണം എന്ന് പറയുന്നത് നിരാലംബരായ വിധവകൾക്ക്. നിരാമയ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ളവർക്ക്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4, 5, 1, 3 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓക്കെ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കാറ്റ്, തിരമാല, പെട്രോള്, കൽക്കരി. ഓക്കെ, കാറ്റ്, തിരമാല, പെട്രോള്, കൽക്കരി. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ, അതായത് 1ഉം 2ഉം, കാറ്റും തിരമാലയും. ഓക്കെ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. അപവർത്തനമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണമാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിലും എന്താണ്? ചാലനം, സംവഹനം, വികിരണം, ഇതെല്ലാം തന്നെ താപപ്രേഷണ രീതിയാണ്. ബാഷ്പീകരണം ഒരു താപപ്രേഷണ രീതിയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 7 ആണ് ശുദ്ധജലത്തിന്റെ pH മൂല്യം. ഓക്കെ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് ആരുടെയാണ്? എണസ്റ്റ് റൂദർഫോർഡിന്റെ സംഭാവനയാണ് അല്ലെ, റൂദർഫോർഡ് ആണ് ആൻസർ എന്ന് പറയുന്നത്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, സിങ്കിന്റെ അയിരാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, 18ാമത്തെ ഗ്രൂപ്പിലുള്ളവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിൽ ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടുന്നില്ല അല്ലെ. മറ്റേത് ജ്വലനം, റോക്കറ്റ് യന്ത്രങ്ങളിലെ ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന്, ഇതിനെല്ലാം തന്നെ ഓക്സിജന്റെ ഉപയോഗമുണ്ട്. മറ്റേ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടുന്നില്ല. ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? കാർമോയിസിൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോയിസിൻ എന്ന് പറയുന്നത്. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തു എന്ന് പറയുന്നത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഭ്രമണ ചലനമാണ്. ഓക്കെ, ഭ്രമണ ചലനമാണ് ആൻസർ. കേരളത്തിൽ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്നേഹസ്പർശമാണ് ആൻസർ എന്ന് പറയുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടക്കുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഓക്കെ, പയറ് ചെടിയുടെ സങ്കരയിനം ഏതാണ്? ഈ സങ്കരയിനം ഒരുപാട് അതിൽ കാണുന്നു, അപ്പൊ നോക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പയറ് ചെടിയുടെ സങ്കരയിനം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാഗ്യലക്ഷ്മിയാണ് പയറ് ചെടിയുടെ സങ്കരയിനം. ഓക്കെ, വനവിഭവം അല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണയാണ് അല്ലെ. മണ്ണെണ്ണ നമുക്ക് വനത്തിൽ നിന്നും കിട്ടുന്നതാണോ? അല്ല അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അമ്ലമഴയ്ക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണം. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്നുള്ളത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബാക്ടീരിയയിൽ
പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? മനുഷ്യ ശരീരത്തിൽ, ഇത് വേണ്ട കേട്ടോ, അത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, മനുഷ്യ ശരീരത്തിലുള്ളതിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, എലിപ്പനി ഫംഗസ്, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി പ്രോട്ടോസോവ, നിപ്പ വൈറസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിലീഷൻ മെത്തേഡ് പഠിച്ചു വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലേ നിപ്പ വൈറസ് എന്ന് പറയുന്നത്, നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് ആണെന്ന് പറയല്ലേ, നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെയല്ലേ പറയാം, നിപ്പ വൈറസ് എന്നല്ലേ പറയാ. അപ്പൊ ഇതിൽ 4 ഉള്ളത് ഏതാണെന്നൊക്കെ നോക്കുക. ഓക്കെ, ഇതിൽ 4 വരുന്നത് ഏതാണ്? ഇത് 2 ആണല്ലേ 4 വരുന്നത്. അപ്പൊ നമുക്ക് ഇത് 2 അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം അല്ലെ, എയും സിയും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ 2 ഓപ്ഷൻ വെച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ എലിപ്പനി ഫംഗസ്, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി പ്രോട്ടോസോവ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ശരി എന്ന് പറയുന്നത് എലിപ്പനി എന്ന് പറയുന്നത് ഒരു ഫംഗസ് രോഗമാണോ? അല്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ഷയം ബാക്ടീരിയ ആണ്. ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണോ? അപ്പൊ ഈ എല്ലാം ശരി എന്നുള്ള ഒരു ഓപ്ഷന് നമ്മൾക്ക് വെട്ടിപ്പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, 2ഉം 4ഉം ആണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒന്ന് പോകുമ്പോൾ തന്നെ ബാക്കി 2 ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ ബാക്കി 2 വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം ആണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാനസിക രോഗമുക്തരായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? ഓക്കെ, അതായത് മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേരെന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നേഹക്കൂട്. ഓക്കെ, കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ഭയങ്കര ചൈന എന്നൊന്നും എഴുതല്ലേ. ചൈന എന്ന് പറയുന്നത് കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ചൈനയിലെ വുഹാനില്, പക്ഷെ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ശ്വാസകോശ രോഗമല്ലാത്തത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് നെഫ്രൈറ്റിസ് ആണ് കേട്ടോ, നെഫ്രൈറ്റിസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓക്കെ, പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മാതൃജ്യോതി. ഓക്കെ, അടുത്തത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 2014 നവംബർ 9 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ബാധിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണിനെയാണ് ബാധിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയതാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അതിൽ സെപ്റ്റംബർ വരുന്നത് ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ സെപ്റ്റംബർ 28 2023 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എലിപ്പനി. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് കണ്ടോ, വീണ്ടും ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലേറിയ. ഓക്കെ, അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ചിക്കൻ ബോക്സ് കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ ബോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. ഓക്കെ, ഇതിൽ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 3 മാത്രം, ക്ഷയം ചിക്കൻ ബോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ചന്ദ്രയാൻ 3യുടെ റോവറിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രഗ്വാൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യം.
അടുത്ത ക്വസ്റ്റ്യൻ, സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹരിതയാണ് സങ്കരയിനം തക്കാളി അല്ലാത്തത്. ഭാരത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ SI യൂണിറ്റ്, ഭാരത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ, ഓക്കെ, 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? പവർ എന്ന് പറയുന്നത് 4 ഡയോപ്റ്റർ ആണ്, 4 ഡയോപ്റ്റർ ആണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് വേണ്ട. ഓക്കെ, ഒരു HP അല്ലേ, അതായത് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് 746 വാട്ടാണ്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് അല്ലെ, പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജീവികളും അവയുടെ ശാസ്ത്രീയ നാമം തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 1 ഉം 3 ആണ്, 1 ഉം 3. അതായത് എന്താണ്? പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, അതുപോലെ തന്നെ കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, അപ്പോൾ കോർവസ് സ്പ്ലെൻഡൻസ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1 ഉം 3 ആണ് ശരിയെന്ന് പറയുന്നത്. അടുത്തത്, ജീവികളും അവയുടെ ഹൃദയത്തിന്റെ അറകളും. ഓക്കെ, പാറ്റ 4, പല്ലി 2, പക്ഷി 13, മത്സ്യം 3. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് 3 ആണ്. എ എന്ന് പറയുന്നത് പാറ്റയ്ക്ക് 13ഉം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 4ഉം, സി എന്ന് പറയുന്നത് 1ഉം, ഡി എന്ന് പറയുന്നത് 2ഉം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ. ഓക്കെ, ഇതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതിയുടെ തീമാണ്? ഏത് വർഷത്താണ്? ഒരുപാട് കണ്ടൂല ഈ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 2023. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം. ഓക്കെ, തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രക്കിയ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓക്കെ, ഗഗൻയാന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓക്കെ, ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ലോഡിയ ഗോൾഡിൻ ആണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 3 സെക്ഷൻ, ഓക്കെ, അതായത് 3 പാർട്ടായിട്ട് നമ്മുടെ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2024 ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സയൻസിലെ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, PSC ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ.